നമസ്കാരം. ട്രൂവിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കരസേനയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു വരികയാണ്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇപ്പോൾ പുതിയൊരു പദ്ധതിക്ക് അനുമതി കൂടി നൽകിയിരിക്കുന്നു കേന്ദ്രം. പുതിയ അത്യാധുനിക പീരങ്കികൾ വാങ്ങാൻ വേണ്ടി 7,000 കോടി രൂപയാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം അംഗീകരിച്ചത്. കരസേനയ്ക്ക് വേണ്ടി അഡ്വാൻസ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റംസ് ആയിട്ടുള്ള അറ്റാക്സ് 307 യൂണിറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് സുരക്ഷാകാര്യ മന്ത്രി കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അനുമതി നൽകിയത്. ആർട്ടിലറി ഗൺ നിർമ്മാണ മേഖലയിലെ തദ്ദേശീയവൽക്കരണത്തിന് ശക്തി പകരുന്നത് തന്നെയാണ് ഈ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ആർട്ടിലറി ഗൺ നിർമ്മാണ മേഖലയിലെ തദ്ദേശീയവൽക്കരണത്തിന് കൂടുതൽ കരുത്തും ശക്തിയും പകരുന്നതാണ് കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത അറ്റാക്സ് 40 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള കരുത്തനായ ഒരു പീരങ്കിയാണ്. അതിർത്തി മേഖലകളിലൊക്കെ തന്നെ കരുത്തു പകരാൻ ഇവയ്ക്ക് കൂടുതൽ സാധിക്കുമെന്നത് സത്യാവസ്ഥയും. തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റം അതിൻ്റെ ഒരു തെളിവ് കൂടിയായി തന്നെ അറ്റാക്സ് പീരങ്കികളെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സ്വകാര്യ പ്രതിരോധ നിർമ്മാണ സ്ഥാപനങ്ങളും DRDOയും സഹകരിച്ചുകൊണ്ടാണ് ഈ പീരങ്കിയുടെ നിർമ്മാണം തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ കരസേനയുടെ കയ്യിലുള്ള 105 mm 130 mm പീരങ്കികൾക്ക് പകരമായി 155 mm അറ്റാക്സ് പീരങ്കികൾ കൂടി എത്തുന്നതോടെ ആർട്ടിലറി യൂണിറ്റുകളുടെ പ്രഹരശേഷി ഇരട്ടിയായി ഉയരും. അറ്റാക്സ് പീരങ്കികൾ കരസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത് വഴി 20 ലക്ഷം തൊഴിൽ ദിനങ്ങൾ കൂടിയാണ് അധികമായി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. ഇതേക്കുറിച്ച് കൂടി പ്രധാനമായും എടുത്തു പറയേണ്ടതാണ്.